എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ അൽ അറാഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അറാഫിലെ 156 ആയത്തുകളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 157 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. അല്പം ദീർഘിച്ച ആയത്താണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉണർത്തിയിട്ടുണ്ടായിരുന്നു ഈ ആയത്തിന്റെ അർത്ഥം, ആശയം വായിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറെ കൂടി വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ആയത്തും ഈ ആയത്തും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. ഈ ആയത്ത് തുടങ്ങുന്നത് തന്നെ അല്ലദീന, യാതൊരുവർ, ഏതോ ഒരു കൂട്ടർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആരാണോ അവർ എന്ന് പറഞ്ഞാണ്. അപ്പൊ അവരെ കുറിച്ച് നേരത്തെ എന്തോ ഒരു സൂചന വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവും. എന്തായിരുന്നു കഴിഞ്ഞ ആയത്തില് മൂസ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്, ഇസ്രായേൽ സമൂഹത്തിന്റെ പ്രാർത്ഥന. വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയ ഹസന, ഇഹത്തിൽ ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തണമേ. വഫിൽ ആഖിറ, പരലോകത്തും. ഇന്നാ ഹുദ്ന ഇലൈക്, ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങുന്നവരാണ്. അപ്പൊ അള്ളാഹുവിന്റെ മറുപടി, ഖാല അദാബി ഉസീബു ബിഹി മൻ അശാ, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവരെയാണ് ബാധിക്കുക. വറഹ്മതി വസിഅത് കുല്ല ഷൈ, എന്റെ കാരുണ്യമോ സകലതിനെയും ചൂഴ്ന്നു നിൽക്കുന്നു. ആ കാരുണ്യം അള്ളാഹു ആർക്കാണ് നൽകുക എന്ന് പിന്നെ എണ്ണി പറയുന്നുണ്ട്. 3 ഗുണങ്ങളുള്ളവർക്ക് നൽകും. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ, തഖ്വ പാലിക്കുന്നവർക്ക് നൽകും. പിന്നെയോ വയുഅ്തൂന സകാത്ത് നൽകുകയും വല്ലദീന ഹും ബി ആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ സൂക്തങ്ങളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിക്കുന്നവർക്കുമാണ് നൽകുക. അള്ളാഹുവിന്റെ കാരുണ്യത്തിന് ആരൊക്കെയാണ് അർഹരാകുന്നത് എന്നാ പറഞ്ഞത്. അതിന്റെ തുടർച്ചയാണ് 157-ാമത്തെ ആയത്ത്. പിന്നെ ഒരു കൂട്ടർ കൂടിയുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹു തുടരാണ്. അല്ലദീന, ആരോ അവർ, അല്ലെങ്കിൽ കഴിഞ്ഞ 3 ഗുണങ്ങളുള്ളവർ ആരാണോ അവർ എന്ന് പറയാണ്.
ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ ആഗതനായ വിശുദ്ധ ഖുർആൻ അവതരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന് അർഹരാകുന്നവർ ആരാണ്? അല്ലദീന, അവർ, യത്തബിഊൻ, പിൻപറ്റുന്നവരാണ്. ഇത്തബഅ യത്തബിഉ. അർ റസൂൽ, ദൈവദൂതനെ പിൻപറ്റുന്നവരാണ്. അൻ നബിയ, നബിയായ ദൈവദൂതൻ, പ്രവാചകനായ ദൈവദൂതൻ എന്ന് പറയാം. അൽ ഉമ്മിയ, ആ പ്രവാചകൻ ആരാണ്? നിരക്ഷരനായ പ്രവാചകൻ കൂടിയാണ്. നിരക്ഷരനായ പ്രവാചക ദൂതനെ പിൻപറ്റുന്നവരാണ് അവർ. അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കും. അല്ലദീ, ആ പ്രവാചകൻ, യജിദൂന, വജദ യജിദു, കണ്ടെത്തി, യജിദൂൻ, അവർക്ക് കണ്ടെത്താൻ കഴിയും, ഹു, അദ്ദേഹത്തെ കുറിച്ച്, മക്തൂബൻ, രേഖപ്പെടുത്തപ്പെട്ടതായിട്ട്, കത്തബ, എഴുതി, മക്തൂബൻ, രേഖപ്പെടുത്തപ്പെട്ടതായിട്ട്, ഇൻദഹും, അവരുടെ പക്കലുള്ള, ഫി തൗറ, തൗറയിലും, വൽ ഇഞ്ചീൽ, ഇഞ്ചീലിലും. അപ്പൊ ആരാണ് അവര്? അവര് വേദക്കാർ കൂടിയാണ് എന്ന് മനസ്സിലാവുന്നു അല്ലെ? ആ വേദക്കാരും അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അർഹരാണ്. ഇനി ആ പ്രവാചകന്റെ ദൗത്യത്തെ കുറിച്ച് പറയാണ് എന്തൊക്കെയാണ് എന്ന്. അപ്പൊ ആദ്യം റസൂലിന്റെ സവിശേഷതകളാണ് പറഞ്ഞത്. അർ റസൂൽ അൻ നബി അൽ ഉമ്മി, അല്ലെ? 3 കാര്യം. പിന്നെ അല്ലദീന, അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെട്ട പ്രവാചകൻ. 4 വിശേഷണങ്ങൾ എണ്ണി പറഞ്ഞു കഴിഞ്ഞു. അത് ഓർത്തു വെക്കണം, ആ നമ്പർ. ഇനി പറയാൻ പോകുന്നത് ഈ ദൈവദൂതന്റെ ദൗത്യം എന്തൊക്കെയാണ്, എന്തൊക്കെ ഡ്യൂട്ടിയാണ് ഈ ലോകത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുക. അതിൽ ഒന്നാമത് പറയാണ് യഅ്മുറുഹും ബിൽ മഅറൂഫ്. അമറ യഅ്മുറു, കൽപ്പിച്ചു. യഅ്മുറു, പ്രവാചകൻ കൽപ്പിക്കുന്നു, ഹും, അവരോട്, ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കുന്നു. ഇതാണ് ഒരു ഡ്യൂട്ടി. രണ്ടാമത്തെ ഡ്യൂട്ടി എന്താണ്? വയൻഹ, നഹ യൻഹ, തടഞ്ഞു. വയൻഹാഹും, അദ്ദേഹം അവരെ തടയുകയും ചെയ്യുന്നു. അനിൽ മുൻകർ, തിന്മയിൽ നിന്ന് തടയുകയും ചെയ്യുന്നു. നേരത്തെ പലപ്പോഴും ഈ ശൈലിയിലുള്ള പ്രയോഗം വന്നിട്ടുണ്ട്. അപ്പൊ നന്മ കൽപ്പിക്കുന്നു, തിന്മ തടയുന്നു. 2 ഡ്യൂട്ടി പറഞ്ഞു. മൂന്നാമത്തെ ഡ്യൂട്ടി വയുഹില്ലു ലഹും, അഹല്ല യുഹില്ലു, അനുവദിച്ചു എന്നാണ്. ഹലാൽ, അനുവദനീയമായ. വയുഹില്ലു ലഹും, ആ പ്രവാചകൻ അവർക്ക് അനുവദിച്ചു കൊടുക്കും, അത്വയ്യിബാത്ത്, വിശിഷ്ടമായ വിഭവങ്ങൾ അനുവദിച്ചു കൊടുക്കും. ത്വയ്യിബ്, നല്ലത്. ത്വയ്യിബത്ത് എന്നാണ് ഇവിടെ പ്രയോഗിച്ചത്. ഇവിടെ ഉദ്ദേശം ഭക്ഷ്യവിഭവങ്ങളാണ് മുഖ്യമായിട്ട്. വയുഹില്ലു ലഹും ത്വയ്യിബാത്ത്. അപ്പൊ മൂന്നാമത്തെ ഡ്യൂട്ടി, നല്ല വിഭവങ്ങൾ ആ പ്രവാചകൻ അനുവദിക്കും. നാലാമത്തെ എന്താണ്? വയുഹരിം, അതിന്റെ മറുവശം. ഹറമ യുഹരിമു, നിഷിദ്ധമാക്കി, ഹറാമാക്കി. വയുഹരിമു, ആ പ്രവാചകൻ നിഷിദ്ധമാക്കും, അലൈഹിം, അവർക്കുമേൽ, അൽ ഖബായിസ്, ചീത്ത, മ്ലേച്ഛമായ കാര്യങ്ങൾ. അതാണ് നാലാമതായിട്ട് പറയുന്ന ഡ്യൂട്ടി. അഞ്ചാമത്തെ എന്താണ്? വയളഉ അൻഹും, വളഅ യളഉ, ഇറക്കി വെച്ചു എന്നാണ്. അൻഹും, അവരിൽ നിന്ന് ഇറക്കി വെക്കും, ഇസ്റഹും, ഇസ്ർ, ഭാരം, ഭാരം ഇറക്കി വെക്കുന്ന പ്രവാചകനാണ്. അവരുടെ ഭാരം ഇറക്കി വെക്കും. 5. ആറാമത്തേത് വൽ അഗ്ലാൽ, ഗുല്ലത്ത്, ചങ്ങല, ബന്ധനം എന്നാണ്. അഗ്ലാൽ അതിന്റെ ബഹുവചനാണ്. വൽ അഗ്ലാൽ, ചങ്ങലക്കെട്ടുകളും, അല്ലത്തി, ഏത്, കാനത്ത് അലൈഹിം, അവർക്കുമേൽ ഉള്ളതായ ചങ്ങലകളെ, വരിഞ്ഞു മുറുക്കിയ ചങ്ങലകളെ പൊട്ടിച്ചെറിയുന്ന പ്രവാചകനാണ്. 6 ഡ്യൂട്ടി പറഞ്ഞു അല്ലെ? ആദ്യം 4
പ്രവാചക വിശേഷണങ്ങൾ പറഞ്ഞു. പിന്നെ ആ പ്രവാചകന്റെ 6 ഡ്യൂട്ടിയാണ് പറഞ്ഞത്. ഇനി ശ്രദ്ധിക്കാം. ഇനി ഈ പ്രവാചകനോട് സമൂഹം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഫല്ലദീന, അപ്പോ ഒരു വിഭാഗം അവര് ആമനൂ ബിഹി, ആ പ്രവാചകരിൽ വിശ്വസിച്ചു. വഅസ്സറൂഹു, അസ്സറ ശക്തിപ്പെടുത്തി, പിൻബലം നൽകി എന്നാണ്. വഅസ്സറൂഹു വനസറൂഹു, ആ പ്രവാചകനെ സത്യമാർഗത്തിൽ സഹായിക്കുകയും ചെയ്തു. 3. നാലാമത്തേത് വത്തബഉന്നൂർ, ഇത്തബഅ പിൻപറ്റി, തുടക്കത്തിൽ വന്നല്ലോ. വത്തബഉ അവർ പിൻപറ്റുകയും ചെയ്തു. അന്നൂർ ആ പ്രകാശത്തെ, അല്ലദീ ഏത് പ്രകാശം, ഉൻസില മഅഹു അദ്ദേഹത്തോടൊപ്പം അവതീർണമായ വെളിച്ചത്തെ, പ്രകാശത്തെ അവര് പിൻപറ്റുകയും ചെയ്തു. എങ്കിലോ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയം വരിച്ചവർ, അവരാണ് വിജയം വരിച്ചവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറയാണ്. ഈ 4 കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ആദ്യം പ്രവാചകന്റെ 4 വിശേഷണങ്ങൾ പറഞ്ഞു. പിന്നെ ആ പ്രവാചകന്റെ 6 ഡ്യൂട്ടി പറഞ്ഞു, 10. അതിനുശേഷം സമൂഹം ആ പ്രവാചകനോട് സ്വീകരിക്കേണ്ട 4 നിലപാടുകൾ എന്തായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആകെ 14 പോയിന്റുകളാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ, വളരെ ശ്രദ്ധയോടെ പഠിച്ചു മനസ്സിലാക്കേണ്ട ഒരായത്ത് കൂടിയാണ്. ആരാണ് പ്രവാചകൻ, എന്താണ് പ്രവാചകന്റെ ഡ്യൂട്ടി എന്നൊരാൾ ചോദിച്ചാൽ വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് പരാമർശിച്ചിരിക്കുന്ന ഈ ആയത്ത് നമുക്ക് ആരുടെ മുമ്പിലും എടുത്തുദ്ധരിക്കാൻ കഴിയും. ഈ ആയത്ത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പ്രവാചകന്റെ ഇടപെടലുകളെ ഓർമ്മപ്പെടുത്തുന്ന ഒരായത്ത് കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോവാം. അല്ലദീന, നേരത്തെ പറഞ്ഞല്ലോ, ആരോ അവർ, ആരാണവര്? വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എൻ്റെ കാരുണ്യം സകലതിനെയും ചൂഴ്ന്നു നിൽക്കുന്നു. ആ കാരുണ്യത്തിന് അർഹരാകുന്ന ആളുകൾ. യത്തബിഊൻ, അവർ പിൻപറ്റുന്നവരാണ്, പിന്തുടരുന്നവരാണ്. അർ റസൂലൻ നബിയൽ ഉമ്മി, 3 വാക്കുകളാണ് ഉപയോഗിച്ചത് അല്ലെ നബിയെ കുറിച്ച് പറയുമ്പോൾ. അർ റസൂൽ, റസൂലിന് മലയാളത്തിൽ നമ്മൾ ദൂതൻ എന്ന് പറയും. അർസല അയച്ചു എന്നാണ്. മുർസൽ അയക്കപ്പെട്ടവൻ. റസൂൽ എന്ന് പറയുമ്പോൾ ദൂത്, ദൂത് എന്ന് പറഞ്ഞാൽ സന്ദേശം എന്നാണ് അർത്ഥം അല്ലെ, റിസാല. സന്ദേശവുമായിട്ട് വരുന്ന ആൾ ആരാണോ അയാളെയാണ് റസൂൽ എന്ന് പറയാം. അപ്പൊ നബി എന്ന് പറഞ്ഞാലോ, നബിക്ക് മലയാളത്തിൽ നമ്മൾ പ്രവാചകൻ എന്നർത്ഥം പറയും. ശരിക്കും ആ വാക്ക് പൂർണ്ണമായിട്ട് ആ ആശയത്തെ ഉൾക്കൊള്ളുന്നുണ്ടോ? പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പ്രവചിക്കുന്ന ആളാണ്. അങ്ങനെ ഒരാളല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ഒരു കൈനോട്ടക്കാരനെ പോലെ പ്രവചിക്കുന്ന ആളാണോ? അല്ല. നബ് എന്ന് പറഞ്ഞാൽ വാർത്ത എന്നാണ്. അനി നബഇൽ അദീം, സൂറത്തു നബഇല് വരുന്നുണ്ടല്ലോ, നബ് വാർത്ത. അംബ അറിയിച്ചു എന്നാണ്. അംബിയാ, നബിമാർക്ക് അങ്ങനെ പറയില്ലേ, നബിയുൻ എന്നതിന്റെ ബഹുവചനമായിട്ട് പറയും. അപ്പൊ എന്താണ് നബി? നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ മറന്നുപോയ ഒരു കാര്യം, ഒരു വാർത്ത അറിയിച്ചു തരുന്ന ആളാണ് എന്ന് പറയാം അല്ലെ. ശരിക്കും മലയാളത്തിൽ ഈ വാക്കുകൾക്കൊന്നും തുല്യമായ അർത്ഥം പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ റസൂല്, നബി രണ്ടും നമ്മൾ മാറി മാറിയിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉപയോഗിക്കാറുണ്ട്. അത് വെറും 2 പര്യായ പദങ്ങളാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നബി എന്ന് പറഞ്ഞാൽ
പ്രവാചകത്വം ലഭിച്ചിട്ടുള്ള ആൾ എന്നാണ് എൻ്റെ ആശയം. പക്ഷെ ഖുർആനിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ചില പ്രവാചകന്മാരെ നബി എന്ന് മാത്രം പറയുന്നുണ്ട്. ചിലര് റസൂൽ എന്ന് പറയും, ചിലര് റസൂലൻ നബിയ എന്ന് പറയും, അല്ലെ? ആരാണ് നബി മാത്രമായിട്ടുള്ളത്? ഉദാഹരണത്തിന് ലൂത്ത് അലിഹിസ്സലാം, ലൂത്ത് നബിയാണ്. ഹാറൂൻ അലിഹിസ്സലാം, ഹാറൂൻ നബിയാണ് എന്ന് പറയും. ഹാറൂന നബിയ എന്ന് ഖുറാനിലില്ലേ? മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ വദ്കുർ ഫിൽ കിതാബി മൂസ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ. സൂറത്ത് മറിയം, വകാന റസൂലൻ നബിയ, അല്ലെ? ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോ ഈ വ്യത്യാസം എന്താണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ചും റസൂലും നബി എന്ന് പറയുന്നുണ്ട്. നബി എന്ന് മാത്രം ചിലയിടങ്ങളിൽ പറയുന്നുണ്ടാവും, അല്ലെ? വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ. ഇങ്ങനെ പല ശൈലിയിൽ പറയുന്നതാണ്. അപ്പൊ അതിന് സാങ്കേതികമായിട്ട് ഒരു വ്യത്യാസം പറയും. നബി എന്ന് പറയുമ്പോൾ ആരാണ്? ഒരു സമകാലികനായ പ്രവാചകൻ, മറ്റൊരു പ്രവാചകന്റെ കൂടെ വന്ന പ്രവാചകൻ, ഒരേ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള പ്രവാചകന്മാരിൽ ഒരാളായിരിക്കും നബി. റസൂൽ എന്ന് പറയുമ്പോൾ ആ റസൂലിന് ഒരു പ്രത്യേകമായ ശരീഅത്ത്, നിയമവിധികൾ അവതരിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ വേദഗ്രന്ഥം അവതരിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരാണ് റസൂൽ എന്ന് പറയും. നബി എന്ന് പറയുമ്പോൾ മറ്റൊരു നബിയുടെ കൂടെ വന്ന ആളാണ്. ഉദാഹരണത്തിന് മൂസ അലൈഹി ഇസ്ലാമും ഹാറൂൻ അലൈഹി ഇസ്ലാമും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു തൗറാത്ത് എന്ന ഗ്രന്ഥം അവതരിപ്പിച്ചു. ഹാറൂൻ അലൈഹി ഇസ്ലാമിനോ അങ്ങനെ ഗ്രന്ഥം അവതരിപ്പിച്ചതായിട്ട് പരാമർശമില്ല. മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു ഒരു ശരീഅത്ത് നൽകി. ഹാറൂൻ അലൈഹി ഇസ്ലാമിന് പ്രത്യേകമായ വേറിട്ടൊരു ശരീഅത്ത് നൽകിയിട്ടില്ല. മൂസ അലൈഹി ഇസ്ലാമിന് നൽകിയത് തന്നെയാണ് ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്ത്, അല്ലെ? അപ്പോൾ പലപ്പോഴും പ്രവാചകന്മാർ റസൂൽ എന്ന് പറയപ്പെടുന്നത് സമ്പൂർണ്ണ ശരീഅത്തും വേദഗ്രന്ഥവും ലഭിച്ച ആളുകളായിരിക്കും. നബി എന്ന് മാത്രം പറയുമ്പോഴോ പ്രവാചകനാണ്, എന്നാൽ ഈ നിലക്കുള്ള പ്രത്യേകതകളില്ല എന്ന് മനസ്സിലാക്കാം. എന്ന് കരുതിയിട്ട് ഇദ്ദേഹം കൂടുതൽ ശ്രേഷ്ഠതയുള്ള ആളാണ്, അതല്ലെങ്കിൽ ഉന്നതനാണ്, മറ്റേയാള് താഴ്ന്ന പടിയിലാണ് എന്നൊന്നും കരുതാൻ വേണ്ടിയല്ല. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി എന്നല്ലേ? അള്ളാഹുവിന്റെ ദൂതന്മാരില് ആർക്കുമിടയിൽ നാം വ്യത്യാസം കൽപ്പിക്കുന്നില്ല എന്നാണ്. അപ്പൊ അതേ സമയത്ത് സാങ്കേതികമായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളാവാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ അർ റസൂൽ അൻ നബി എന്ന് രണ്ട് വാക്കുകൾ ഉപയോഗിച്ചു, അല്ലെ? അതില് ഇവിടെ ഉദ്ദേശിക്കുന്ന വേറൊരു സംഗതിയുണ്ട്. എന്തായിരിക്കും? അല്ലാഹു തആല ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് ആരെയാണ്? വേദക്കാരെയാണ്. ഈ സൂറ മക്കി സൂറയാണ്, എന്നാൽ വേദക്കാരെ കൂടി ഈ ആയത്ത് അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലാണ്, നബിയാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിലേക്ക് നേരത്തെ വന്നിട്ടുള്ള നബിമാരും റസൂലുമാരൊക്കെ ഉണ്ടല്ലോ, അവരെ പോലെ തന്നെ ഒരു പ്രവാചകനാണ്. മൂസ റസൂലാണ്, ഹാറൂൻ നബിയാണ്. അതേ വഴിയിലൂടെ വന്ന ആളാണ്. പിന്നെ നിങ്ങൾക്ക് എന്താ വിശ്വസിക്കാൻ പ്രയാസം? നിങ്ങൾ തന്നെ ഒരു കാലത്ത് പറഞ്ഞിരുന്നില്ലേ ഞങ്ങളിൽ ഒരു പ്രവാചകൻ വരാൻ പോകുന്നു എന്ന്? ആ പ്രവാചകനാണ് ഈ വന്നിരിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ എന്താണ് അംഗീകരിക്കാത്തത് എന്നുള്ള ചോദ്യമാണ്. പിന്നെ ഒന്ന്, അർ റസൂൽ എന്ന് പറയുമ്പോൾ ഇതാ വ്യത്യസ്തമായ സവിശേഷമായ ഒരു ശരീഅത്തുള്ള
ഒരു വേദഗ്രന്ഥവുമായിട്ട് വന്ന പ്രവാചകൻ ഇതാ, മൂസാ പ്രവാചകനെ പോലെ എന്നൊരു ഉദ്ദേശം അവിടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പ്രവാചകനെ അംഗീകരിക്കേണ്ടവരാണ്, അല്ലെ? അതാണ്. ഇനി മൂന്നാമതായിട്ട് എന്താ പറയുന്നറിയോ? അൽ ഉമ്മിയ് എന്ന വാക്കാണ്. നേരത്തെ അൽ ബഖറ മുതൽ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ഒരു വാക്കാണ് അൽ ഉമ്മി. അതിന്റെ വാക്കിന്റെ അർത്ഥം നിരക്ഷരൻ എന്നാണ് പറയാ, അല്ലെ? സാങ്കേതികമായി പറയുമ്പോഴോ എന്ത് നിരക്ഷരതയാണ്? വേദ നിരക്ഷരത, വേദ സാക്ഷരത ഇല്ലാത്ത എന്നായിരിക്കും ഉദ്ദേശം. നമ്മൾ ഇന്ന് ഓരോ സാക്ഷരതക്കും ഓരോ പേര് പറയില്ലേ? ഇപ്പോ കമ്പ്യൂട്ടർ സാക്ഷരത, നമ്മളൊക്കെ അക്ഷരം പഠിച്ചവരാണ്, പണ്ട് എഴുതി പഠിച്ചവരാണ്. പക്ഷെ നമ്മിൽ പലരും ഇന്ന് നിരക്ഷരരാണ്. എങ്ങനെ? നമ്മുടെ ചെറിയ മക്കളുടെ മുമ്പിൽ നമ്മൾ നിരക്ഷരരാണ്. നമുക്ക് കമ്പ്യൂട്ടർ അറിയില്ല, അല്ലെങ്കിൽ ഫോണിന്റെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും അറിയില്ല. അപ്പൊ നമ്മൾ മക്കളുടെ അടുത്താണ് കൊണ്ടുപോയി കൊടുക്കുന്നത്, മോനെ ഇതൊന്ന് ശരിയാക്കിത്ത എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മൾ നിരക്ഷരരാണ് അവരുടെ മുമ്പിൽ എന്ന് പറയും പോലെ വേദ സാക്ഷരത ഇല്ലാത്തവർ എന്നൊരാശയം ഉമ്മിയ് എന്ന വാക്കിനുണ്ട്. പക്ഷെ അല്ലാഹു തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണമായിട്ടാണ് പലയിടത്തും ഇത് പറയുന്നത്, അല്ലെ? ഇയാള് അക്ഷരജ്ഞാനം ഇല്ലാത്തവനാണ് എന്ന് ആൾക്കൂട്ടത്തിൽ വെച്ച് പറയുമ്പോൾ അയാൾ കളിയാക്കലല്ലേ? കളിയാക്കലാണ്. പക്ഷെ അല്ലാഹു തആല പറയുമ്പോൾ അതിന്റെ പിന്നിൽ പല ഉദ്ദേശമുണ്ട് കേട്ടോ. എന്താ ഉദ്ദേശം? നിങ്ങൾ പറയുന്ന ഈ പ്രവാചകന് ശരിക്കും അക്ഷരജ്ഞാനം ഇല്ല, പക്ഷേ ഇദ്ദേഹത്തിൽ നിന്ന് അവതരിക്കുന്ന വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എത്ര തന്നെ പാണ്ഡിത്യം ഉണ്ടായാലും ഒരാൾക്ക് അവതരിപ്പിക്കാൻ കഴിയാത്ത വചനങ്ങളാണ്. ഇത് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് അവതരിക്കുന്നതാണ്. ആട്ടിടയനായിട്ട് കച്ചവടക്കാരനായി 40 വർഷക്കാലം ജീവിച്ച ഒരാള് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഇദ്ദേഹത്തിന്റെ വാക്കുകളല്ല, ഇത് ദൈവികമാണ് എന്ന് മനസ്സിലാവുന്നില്ലേ? അതിനാൽ കേവലമായ സാക്ഷരത പ്രവാചകത്വത്തിന്റെ അടിസ്ഥാനമല്ല, അല്ലെ? അക്ഷരത്തിനപ്പുറം ദൈവികമായ വെളിപാടിലൂടെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തലാണ് ഒരു ഉദ്ദേശം. പിന്നെ ഉമ്മിയ് എന്ന വാക്ക് വെച്ചുകൊണ്ട് അവര് വിശ്വാസികളെ കളിയാക്കാറുണ്ടായിരുന്നു. അറബികളെ തന്നെ കളിയാക്കിയിരുന്നു. കാരണം എന്താണ്? കാലങ്ങളായിട്ട് അറബികളിലേക്ക് ദൈവിക വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടില്ല. അങ്ങനെയാണല്ലോ കുറെ കാലം. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ തുടങ്ങി യാക്കൂബ് അലൈഹിസ്ലാം, അങ്ങനെ ഇസ്രായേൽ പരമ്പരയില് ഒടുവിൽ ഈസ അലൈഹിസ്ലാം വരെ സുദീർഘമായ പ്രവാചക കാലഘട്ടമുണ്ട്. അതേ സമയത്ത് അറബികൾക്കിടയിലോ ഇബ്രാഹിം അലൈഹി ഇസ്ലാം, പിന്നെ ഇസ്മായിൽ അലൈഹിസ്സലാം, പിന്നെ ബ്ലാങ്ക് ആണ്, പിന്നെ ആരുമില്ല. പിന്നെ ഒടുവിൽ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ ആ സമൂഹത്തെ ആളുകൾ ഉമ്മി എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നു. ഇന്ന് നമ്മൾ കാക്കാമാരെന്നൊക്കെ പറയില്ലേ, ഇവര് കാക്കാമാരാണ് എന്ന് പറയല്ലോ, ഒരു അപരിഷ്കൃതനായ എന്ന രൂപത്തില് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കളിയാക്കി പറയുന്നത് കാണാൻ പലതും. നമ്മൾ അപരിഷ്കൃതരാണ്, പ്രാകൃതരാണ് എന്ന രൂപത്തിലൊക്കെ, അല്ലെ? ഈ ഒരു സ്റ്റൈൽ അന്ന് വേദക്കാർ അറബികളെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ അള്ളാഹു അവതരിപ്പിക്കുകയാണ് അൽ ഉമ്മി, നിങ്ങൾ കളിയാക്കുന്ന ആ വിഭാഗം ഉണ്ടല്ലോ, അവരിൽ നിന്ന് തന്നെയാണ് ഈ പ്രവാചകൻ. ഇങ്ങനെയൊന്നും ഒരു മനുഷ്യനെ കളിയാക്കരുത്. പക്ഷെ അവരുടെ കളിയാക്കൽ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് എത്രത്തോളമായി നമ്മൾ പഠിച്ചില്ലേ? ലൈസ ലനാ ഫിൽ ഉമ്മീന സബീൽ. ഉമ്മികളോട് നമുക്ക് യാതൊരു ബാധ്യതയില്ല എന്ന് പറഞ്ഞാൽ ഉമ്മികളോട് കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കേണ്ടതില്ല, അവരെ എന്തും ചെയ്യാം, ആക്രമിക്കാം, ഒരു കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞു നടക്കാറുണ്ടായിരുന്നു, അല്ലെ? എന്നാൽ ഇതാ അവരിൽ നിന്നൊരു പ്രവാചകൻ, അർ റസൂൽ അൻ നബി അൽ ഉമ്മി, നിരക്ഷരനായ വേദസാക്ഷരത ഇല്ലാത്ത ദൈവദൂതനായ പ്രവാചകൻ. ആ പ്രവാചകനെ പിൻപറ്റുന്നവരാരോ അവർക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുക. ഇനി ആ പ്രവാചകൻ നിങ്ങൾക്കൊരു പുതിയ ആളായിട്ട് തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അല്ലദീ, ആരാണതെന്നറിയോ?
യജിദൂനഹു, അവർക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയും, വേദക്കാർക്ക്, മക്തൂബൻ, രേഖപ്പെടുത്തപ്പെട്ടതായിട്ട്, ഇൻദഹും, അവരുടെ പക്കലുള്ള, ഫി തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ പല സന്ദർഭങ്ങളിലും പൂർവ്വവേദങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പരാമർശങ്ങൾ എടുത്ത് പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലെ? ഒരുപാട് ആയത്തുകൾ ആ നിലയ്ക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കിനിയും ഉദ്ധരിക്കാവുന്നതാണ് അങ്ങനെയുള്ള വചനങ്ങൾ. ഉദാഹരണത്തിന് ആവർത്തന പുസ്തകം ബൈബിളില് 33 അധ്യായം 1-2 വാക്യങ്ങൾ. കർത്താവ് സീനായിൽ നിന്ന് വന്നു, സയീറിൽ വെച്ച് നമ്മുടെ മേൽ ഉദിച്ചു, പാറാൻ പർവ്വതത്തിൽ അവൻ പ്രകാശിച്ചു, തൻ്റെ വലതുകൈയിൽ അഗ്നിജ്വാലയുമായി 10,000-ങ്ങളായ വിശുദ്ധരിൽ നിന്ന് അവൻ വന്നു. കണ്ടോ? ഇതൊരു വചനമാണ്. ഇതിനെന്താ വ്യാഖ്യാനം? കർത്താവ് സീനായിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ തോരി സീന, ആ സീന പർവ്വതം മൂസ അലൈഹിസ്സലാമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. സയീറിൽ വെച്ച് നമ്മുടെ മേൽ ഉദിച്ചു. സയീർ ഉദ്ദേശിക്കുന്നത് ഈസ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട പ്രദേശമാണ്. അവിടെ നിന്ന് ഉദിച്ചു. വീണ്ടും പറയാണ്, പാറാൻ പർവ്വതത്തിൽ അവൻ പ്രകാശിച്ചു. പാറാൻ എന്ന് പറഞ്ഞാൽ മക്കയുമായി ബന്ധപ്പെട്ട പർവ്വത നിരകൾക്കാണ് പറയാം. തൻ്റെ വലതു കൈയിൽ അഗ്നിജ്വാലയുമായി 10,000-ങ്ങളായ വിശുദ്ധരിൽ നിന്ന് അവൻ വന്നു. 10,000-വുമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണ് മക്കയിലേക്ക് വരുന്നത്? ഫത്ഹ് മക്കയുടെ സമയത്ത് 10,000 അനുയായികളുമായിട്ട് വിജയിയായി കൊണ്ടുവരുന്നുണ്ടല്ലോ. ആ ഒരു രംഗം ബൈബിൾ പ്രവചിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം അല്ലെ? ഇങ്ങനെ വ്യക്തമായി തന്നെ പറയുന്നത് കാണാം. പിന്നെയും പറയുന്നുണ്ട്, മൂസ അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയാണ്, കർത്താവ് പറഞ്ഞതായിട്ട്, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ, മൂസാ നബിയോട് പറയാണ്, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ അവരുടെ സഹോദരന്മാരിൽ നിന്ന് അവർക്കായി ഞാൻ ഉയർത്തും. ആരാണ്? നിങ്ങളും അവരും. നിങ്ങൾ എന്ന് പറയുന്നത് ബൈബിളില് വേദക്കാരെ കുറിച്ചാണ്, യഹൂദ ക്രൈസ്തവരെ കുറിച്ചാണ്. അവർ എന്ന് പറയുന്നത് ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ വന്ന അറബ് സമൂഹത്തെ കുറിച്ചാണ്. നിന്നെപ്പോലെ ഒരു പ്രവാചകനെ അവരുടെ സഹോദരന്മാരിൽ നിന്ന് അവർക്കായി ഞാൻ ഉയർത്തും എന്നാ പറഞ്ഞത്. ഞാൻ എൻ്റെ വചനങ്ങൾ അയാളുടെ നാവിൽ പ്രവേശിപ്പിക്കും, നാവിൽ നിവേശിപ്പിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അയാൾ അവരോട് സംസാരിക്കും. അയാൾ എൻ്റെ നാമത്തിൽ ഉച്ചരിക്കുന്ന എൻ്റെ വാക്കുകൾ ചെവിക്കൊള്ളാത്തവരോട് ഞാൻ തന്നെ കണക്ക് ചോദിക്കും. ബിസ്മി ചൊല്ലിയിട്ട് ഉച്ചരിക്കലാണ് അവിടെ ഉദ്ദേശം അല്ലെ? ഇങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തില് നിങ്ങളോട് കൂടി എന്നെന്നും ഉണ്ടായിരിക്കാൻ പിതാവ് മറ്റൊരു പാർഖലീത്തയെ നിങ്ങൾക്ക് തരും. ഫർഖലീത്ത എന്ന് പേരിടാറുണ്ട്, മുസ്ലിങ്ങളും വേദക്കാരും പേരിടും ഫർഖലീത്ത എന്ന്. നിങ്ങളോട് കൂടി എന്നെന്നും ഉണ്ടായിരിക്കാൻ എന്ന് പറയുമ്പോൾ അന്ത്യനാൾ വരേക്കും എന്നാണ് അവിടെ ഉദ്ദേശം അല്ലെ? എന്നെന്നും ഉണ്ടായിരിക്കാൻ പിതാവ് മറ്റൊരു പാർഖലീത്തയെ നിങ്ങൾക്ക് തരും. പിതാവ് അയക്കുന്ന പാർഖലീത്തയായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. പിന്നെയും പറയുന്നുണ്ട് ഇതേ ശൈലിയിൽ, സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മക്കാണ്. ആരാ പറയുന്നത്? യേശുവാണ്. ഈസ അലൈഹിസ്സലാം സമൂഹത്തോട് പറയാണ്, ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മക്കാണ്. ഞാൻ പോകുന്നില്ലെങ്കിൽ പാർഖലീത്ത നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. പാർഖലീത്ത നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. അവൻ വരുമ്പോൾ പാപത്തെയും നീതിയെയും ന്യായവിധിയെയും പറ്റി ഈ ലോകത്തെ കുറ്റപ്പെടുത്തും. കണ്ടോ? ഇങ്ങനെ ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് വചനങ്ങൾ കാണും. ഇതിൽ വേറിട്ടൊരു വചനമുണ്ട്.
യേശു ചോദിക്കുകയാണ്, നിങ്ങൾ ഇത് വിശുദ്ധ ലിഖിതത്തിൽ വായിച്ചിട്ടില്ലേ? പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ലു തന്നെ മൂലക്കല്ലായി തീർന്നു. പണിക്കാര്, കെട്ടിടം പണിയുന്നവര് തള്ളിക്കളഞ്ഞ മൂലക്കല്ല് തന്നെ, തള്ളിക്കളഞ്ഞ കല്ലു തന്നെ മൂലക്കല്ലായിട്ട് മാറി എന്നാ പറഞ്ഞു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്, നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയകരവും. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകും. ഏതാ മൂലക്കല്ല്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പണിക്കാര് തള്ളിക്കളഞ്ഞ കല്ലാണ് എന്ന് പറഞ്ഞാൽ ഈ അറബികളെ അവർ നിരക്ഷരന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞു. പക്ഷേ ആ കല്ല് മൂലക്കല്ലായിട്ട് മാറി എന്നാണ്. ഇനി ഞാൻ നിങ്ങളോട് ഏറെ സംസാരിക്കുകയില്ല. ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, എന്നാൽ അയാൾക്ക് എൻ്റെ മേൽ ഒരു അധികാരവുമില്ല. ലോകത്തിന്റെ അധികാരി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ. പക്ഷെ ഈ വചനങ്ങൾക്ക് ഇന്ന് അവര് മറ്റു പല ദുർവ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട്. അത് നബിയെ കുറിച്ചല്ല എന്ന് പറയും. പക്ഷേ ഈസ അലൈഹി സ്വലാമിന് ശേഷം ആരാ പിന്നെ വരുന്നത്? പ്രവാചകന്മാരൊക്കെ മുമ്പല്ലേ വന്നത്? യഹ്യ അലൈഹിസ്സലാം, സ്നാപക യോഹന്നാൻ. യഹ്യ അലൈഹിസ്സലാം ഈസാ നബിയേക്കാൾ 6 മാസം മുമ്പാണ് ജനിക്കുന്നത്, അല്ലെ? അപ്പൊ അതിനാൽ പിന്നീട് വരുന്ന ആളെ കുറിച്ചാണ് പറയുന്നത്. പിന്നീട് വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് പ്രവാചകനായിട്ട്. പക്ഷെ അവര് അവിടെയൊക്കെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. അപ്പൊ അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ നിലയ്ക്ക് നമ്മൾ പഠിക്കുകയും പൂർവ്വവേദങ്ങളിൽ വന്ന വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേദസമൂഹത്തിന് പ്രവാചകനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ എന്ന് അല്ലാഹു തആല പറയാണ്. ഇപ്പൊ 4 കാര്യങ്ങളായില്ലേ? അർ റസൂൽ അൻ നബി അൽ ഉമ്മി അല്ലദി യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ. 4ആയി. ഇനി തുടർന്ന് പറയുന്ന 6 കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം, നബി എന്താണ് ഈ ഭൂമിയിൽ നിർവഹിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. യഅ്മുറുഹും ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്ന പ്രവാചകൻ. എന്താണ് നന്മ? മഅറൂഫ്, സമൂഹത്തിൽ അറിയപ്പെടേണ്ട കാര്യത്തിനാണ് മഅറൂഫ് എന്ന് പറയാം. അത് തന്നെയാണ് നന്മ, അല്ലെ? എല്ലാ നന്മകളും ഇസ്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അത് അടിസ്ഥാനപരമായിട്ട് നന്മയായിരിക്കണം എന്നേ ഉള്ളൂ. അങ്ങനെയുള്ള സകല നന്മ ഇസ്ലാം ഉൾക്കൊള്ളും. ആ നന്മകളിൽ ഏറ്റവും മികച്ചത് എന്തായിരിക്കും? ഏകദൈവത്വമാണ്, അല്ലെ? അതിന്റെ അടിത്തറയിലാണ് ബാക്കി എല്ലാ നന്മകളും. അള്ളാഹു അനുവദിച്ചത്, അവൻ കൽപ്പിച്ചത്, അവൻ പ്രേരിപ്പിച്ചത് എന്ന നിലക്കാണ് നന്മകളെ കാണുന്നത്. അപ്പോ മനുഷ്യന്റെ മനസ്സിന് സന്തോഷം നൽകുന്ന പ്രകൃതി വിശുദ്ധമായ നന്മകൾ, താൽക്കാലികമായ സന്തോഷങ്ങളല്ല, മറിച്ച് മനസാക്ഷിക്ക് സന്തോഷം നൽകൂലേ? താൽക്കാലിക സന്തോഷങ്ങൾ പിന്നീട് കുറ്റബോധം ഉണ്ടാക്കും പലതും. പക്ഷേ മനസാക്ഷിക്ക് സന്തോഷം നൽകുന്നത് പ്രകൃതി സത്യങ്ങളായിരിക്കും. അതാണ് ശരിക്കും അൽ മഅറൂഫ്. അങ്ങനെയുള്ള എല്ലാ നന്മയെയും പ്രവാചകൻ നമ്മോട് കൽപ്പിക്കാൻ. പുഞ്ചിരിക്കുവിൻ, നല്ല വാക്ക് പറയുവിൻ, അല്ലെ? ഒരാളെ കണ്ടാൽ കൈ കൊടുക്ക്, അയാളെ വിശേഷങ്ങൾ ചോദിക്കുക. ഇതൊക്കെ മനുഷ്യ സഹജമായ നന്മകളല്ലേ? അങ്ങനെ തുടങ്ങിയിട്ട് പരസ്പരം സത്യവും നീതിയും പാലിക്കുവാൻ, അവകാശ ബാധ്യതകൾ പങ്കുവെക്കുവാൻ എല്ലാം പറയുന്നുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളുന്നു. മുൻകർ, തുടർന്ന് പറയാണ് നഹ യൻഹ, തടഞ്ഞു, നിരോധിച്ചു. അദ്ദേഹം അവർക്ക് നിരോധിക്കുന്നു അനിൽ മുൻകർ, തിന്മയായ കാര്യങ്ങൾ. നക്കിറ എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്തത് എന്നാണ്, അപരിചിതമായത് എന്നാണ് വാക്കിന്റെ അർത്ഥം. തിന്മ മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിക്ക് പരിചയമില്ലാത്തതാണ്. അത് ഇബ്ലീസ് വന്ന് നമുക്ക് പറഞ്ഞു തരാണ് ചെയ്യുന്നത്, അല്ലെ? നന്മ അങ്ങനല്ല, നമുക്ക് കണ്ടുപഠിക്കാം, മനസ്സിലാക്കാം. പക്ഷെ തിന്മ ഇബ്ലീസിലൂടെയാണ് ലഭിക്കുക. അത് മുൻകറാണ്, അപരിചിതമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളെ ആ പ്രവാചകൻ തടയുന്നു എന്നാണ്.
അപ്പൊ നമുക്കൊരു സംശയം വരും, കൽപ്പിക്കാനും തടയാനും ഒക്കെ എങ്ങനെയാണ് ഒരു പ്രവാചകന് അധികാരം ഉണ്ടാകുമോ? ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഉപദേശിക്കാൻ പറ്റും അല്ലെ, നല്ല കാര്യങ്ങളൊക്കെ പറയാം. നീ അങ്ങനെ ചെയ്, ഇങ്ങനെ ചെയ്യ് എന്ന് കൽപ്പിച്ചാലോ നമുക്കത് ഇഷ്ടാവണമെന്നില്ല. ഉസ്താദ് വഅള് പറഞ്ഞാൽ മതി, ഞങ്ങൾ കേട്ടോളാം, കൽപ്പിക്കാനൊന്നും വരണ്ട കേട്ടോ, അല്ലേ? അങ്ങനെയാണല്ലോ. ഇപ്പൊ പള്ളിയിൽ തന്നെ ഉസ്താദുമാര് പ്രഭാഷണം നടത്തുമ്പോൾ എന്തെങ്കിലും പള്ളിയുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചാല് അങ്ങനെയാണെങ്കിൽ പിന്നെ ഉസ്താദ് പോവല്ലേ എന്ന് പറഞ്ഞ് കണക്കൊക്കെ തീർത്ത് ഉസ്താദിനെ പറഞ്ഞു വിടും, അല്ലെ? കൽപ്പിക്കാൻ വരണ്ട എന്നാണ്. പക്ഷെ ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഉസ്താദിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ? അദ്ദേഹം കൽപ്പിക്കും, അദ്ദേഹം തടയും എന്ന് പറഞ്ഞു. അതെങ്ങനെ സാധിക്കാം? സാധാരണ ഒരു മനുഷ്യന് അത് സാധ്യമല്ല. ഒരു പ്രവാചകൻ സമൂഹത്തിന്റെ നായകനാണ്, നേതൃസ്ഥാനത്തുള്ള ആളാണ്. അദ്ദേഹത്തിന് കൽപ്പിക്കാം, തടയാം. അതെപ്പോഴാണ് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ അധികാരം കയ്യിലുണ്ടാകുമ്പോഴാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ സാധിച്ചത്, അല്ലെ? ഒരു സാമൂഹിക വ്യവസ്ഥ, ഒരു അധികാര കേന്ദ്രം, ഒരു രാഷ്ട്ര പുനർനിർമ്മാണം നടത്തിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാഷ്ട്രത്തിന്റെ തലവനായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ അധികാരം ഉണ്ടാകുമ്പോഴേ സാമൂഹിക വ്യവസ്ഥയെ പരിഷ്കരിച്ച് ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഭരണകൂടം നമ്മോട് പലതും കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ? ഇപ്പൊ SIR കൽപ്പിക്കാൻ നമ്മൾ ഉടനെ അതിന്റെ രേഖകൾ തപ്പിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അതിനാൽ ശരിക്കും ഇസ്ലാമിനെ സമ്പൂർണമായിട്ട് സമൂഹത്തിന് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ അത് ഒരു ജീവിത വ്യവസ്ഥയായി, ഒരു സാമൂഹ്യ ക്രമമായി, ഒരു രാഷ്ട്ര സങ്കല്പമായിട്ട് വളരേണ്ടതുണ്ട് എന്നുകൂടി ഈ കൽപ്പിക്കലും തടയലും എന്ന അധികാരഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് എന്തെങ്കിലും തനിക്ക് തോന്നുന്നത് കൽപ്പിക്കാനല്ല, മറിച്ച് നന്മയും അതേപോലെ സത്യവും കൽപ്പിക്കാൻ വേണ്ടിയാണ്, നീതി നടപ്പാക്കാൻ വേണ്ടിയാണ്, അനീതിയെ, അസത്യത്തെ, തിന്മയെ തടയാൻ വേണ്ടിയാണ്. ആ നിലയ്ക്ക് വരുമ്പോഴാണ് ഒരു സമ്പൂർണമായ ദൈവികമായ ഒരു സാമൂഹിക വ്യവസ്ഥ രൂപപ്പെടുക എന്നുകൂടി നാം മനസ്സിലാക്കണം. ഇങ്ങനെ വിശദമായിട്ട് ഈ ആയത്ത് വിശകലനം ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അർത്ഥം വായിച്ചാൽ മാത്രം പോരാ. അപ്പൊ ഒരു പ്രവാചകന്റെ ഡ്യൂട്ടി എന്താണ്, യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഈ ആയത്തില് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4 വിശേഷണങ്ങൾ പഠിച്ചു. അതുപോലെ അവിടുത്തെ 2 ഡ്യൂട്ടികളാണ് പിന്നെ പഠിച്ചത്, യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ. ബാക്കി 4 ഡ്യൂട്ടികൾ ഇനി പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട 4 ഡ്യൂട്ടികളും എണ്ണി പറയും. ഇങ്ങനെ 14 പോയിന്റുകളാണ് ഈ ആയത്ത് ഉൾക്കൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ യഥാവിധി വിശ്വസിച്ച് അംഗീകരിച്ച് പ്രയോഗവൽക്കരിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, സത്യത്തിന്റെ വഴിയിൽ അടിയുറച്ച് നിലകൊള്ളുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. എല്ലാ പരീക്ഷണങ്ങളെയും ഈമാൻ കൊണ്ട് തരണം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. രോഗങ്ങൾ കൊണ്ട്, മാനസിക പ്രയാസങ്ങൾ കൊണ്ട്, സാമ്പത്തിക ഞെരുക്കം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും ഉണ്ട്. എല്ലാവർക്കും ആശ്വാസം നൽകണേ നാഥ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ റബ്ബേ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും ഒരുമിച്ച് ചേർക്കണേ നാഥ. ഗസയിലെ, ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളോട് കരുണ കാട്ടണേ നാഥ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.